ഇന്നത്തെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ജനറലിനെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും പാഠ്യ സമ്പ്രദായങ്ങളുടെ ഭാവിയും എന്ന വിഷയത്തെക്കുറിച്ച് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പൂജ സംസാരിക്കും. 21ാം നൂറ്റാണ്ടിലെ സ്ത്രീ പങ്കാളിത്തവും പുറത്തിറക്കിയ പുതിയ പാഠ്യ സംവിധാനങ്ങൾക്കായി ദൃഷ്ടിയില്ലാതെ മുന്നോട്ട് പോകാം. വിദ്യാർത്ഥി ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. നിയമനിർമ്മാണം നടത്തേണ്ടത് തങ്ങളാണ്. സംബന്ധിച്ച് മറുസഭയിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് പ്രസ്താവിക്കാനുള്ളത് പറയാമെന്ന് അഭ്യർത്ഥിക്കുന്നു. പല നിയമങ്ങൾ ഉണ്ടായിട്ടും കൂടി രാത്രികാലങ്ങളിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അതിന് ഇതുവരെ ഒരു നിയമങ്ങളും വന്നിട്ടില്ല. അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ബില്ല് പാസ്സാക്കാനുള്ള അനുമതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എന്താണെന്ന് പറയുന്നത്, നിയമം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ പാസ്സാക്കാൻ കഴിയായിരുന്നു. ഇവിടെ ഈ ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 4-5 പോയിന്റ്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അത് സുരക്ഷ അറിയാം. ലിംഗസമത്വം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വൈവിധ്യം, സ്ത്രീകൾക്കുള്ള പരിശീലനം, അതായത് നമുക്ക് ചൂടായാലോ അല്ലെങ്കിൽ മാർഷൽ ആർട്സ് എന്താണെങ്കിൽ പരിശീലനം കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു നിയമം സ്കൂളുകൾക്കും അതേമാതിരി തന്നെ കോളേജുകളിലൊക്കെ ഇത് അനുവദിക്കാനുള്ള നിയമം കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല പറയണ്ടേ, പ്രൈം മിനിസ്റ്ററാണ്. താങ്കൾക്ക് ഇവിടെ ഓവർ റോളൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള മാറാൻ പറയാം. താങ്കളോടാണ് ചോദ്യം, താങ്കൾ പറയൂ. താങ്കളോടാണ് ചോദിച്ചത്. താങ്കളോട് ചോദിച്ചാൽ താങ്കൾ സഭകളിലെ പ്രൈം മിനിസ്റ്റർ മാത്രമല്ല മറ്റ് അംഗങ്ങൾ കൂടി ചർച്ച ചെയ്യും. പണ്ട് ഒരു എഴുത്തുകാരിയായ വീട്ടിൽ പലവട്ടത്തിരിപ്പാട് എഴുതി ബുക്കുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് അന്ന് നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചിരുന്ന യാതനകളാണ് അതിലുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടോ? താങ്കളോട് ചോദ്യം ചോദിച്ചിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾ എങ്ങനെയാ ഒരു കമ്പനിയുടെ മുന്നിൽ നയിക്കാൻ വരുന്ന CEOs വരെ ഉണ്ട്. അതിനർത്ഥം നമ്മുടെ റിഫോർമേഷനിലൂടെ കടന്നു പോകുകയാണ്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രി അല്ല. നമുക്ക് അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അന്നത്തെ സ്ത്രീകൾ ഇന്നത്തെ സ്ത്രീകൾ കമ്പയർ ചെയ്യും. വ്യത്യാസം ഡെവലപ്പ് വന്നാലും സ്ത്രീകളുടെ ചൂഷണത്തിൽ ഒരു കുറവ് വന്നിട്ടില്ല. ഇന്നത്തെ സഭ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം തുടരാമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനു മുൻപായി എന്റെ കൂടെ ഇരുന്ന 2 സെക്യൂരിറ്റി ഗാർഡുകൾക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും